ചിക്കൻ തോരൻ നന്നായി ഉണ്ടാക്കിയ ഭയങ്കരമായ രുചിയുള്ള ഇന്നൊരു പിടി എല്ലാരും വാ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ തോരൻ. ചിക്കൻ തോരന് നമുക്ക് സ്പെഷ്യൽ സാധനമാണ്. വേറെ ഒരിടത്തും കിട്ടും. തിരുവനന്തപുരത്ത് ആര്യനാട് ഭാഗത്താണ് കൂടുതൽ ഈ ചിക്കൻ തോരൻ ഫേമസ് ആയിട്ടുള്ളത്. അതെ അതെ, അതില് ശംഭു ശങ്കരയാണ് കൂടുതൽ ഫേമസ്. തിരുവനന്തപുരംകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ചിക്കൻ. കൂട്ടാൻ പറ്റാത്തത് പക്ഷേ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ സംഭവം ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എളുപ്പമാണ്, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ അതിന് അത്യാവശ്യം വേണ്ട സാധനം എന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇടുന്നത്. ചെറിയ ഉള്ളി വേണം, സവാള കുറച്ച് മതി, 2 എണ്ണം മതി. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ മെയിൻ സാധനം തേങ്ങ. അപ്പൊ നമുക്ക് ആദ്യം ഉള്ളി, സവാള, ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. അപ്പൊ ഗൈസ്, ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങ ഞാൻ ചിരയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊന്നും വീഴണ്ടല്ലോ, സൗണ്ട് മാത്രമല്ലേ. ഇന്ന് വിനു 3 വീഡിയോ ആണ് ഒരേ സമയം. അതുകൊണ്ടല്ല, ഇന്ന് സംഗതി നന്ദു മെയിൻ ആവാൻ നോക്കി, വിനു വിട്ടുകൊടുത്തു. കഴിഞ്ഞ ചമ്മന്തി ദേഷ്യമാണ്. കഴിഞ്ഞതിലുള്ള ഈഗോ ഹർട്ട് ചെയ്ത് വിനുവിന്. കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഈ കൈക്ക് റെസ്റ്റ് കൊടുത്തതാണ്. എടാ അന്നേ വീഡിയോയിൽ ഭയങ്കര സീക്ക് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നത്. സീക്ക് അണ്ടർ റേറ്റഡ് കുക്ക്, സീക്ക് തൂക്കി. എന്തോന്ന് തൂക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീക്ക് വെറുപ്പീരിന്റെ അങ്ങേയറ്റം വരുന്നു. ഓ പിന്നല്ല, ഇന്ന് മനഃപൂർവ്വം എന്റെ ഈ കഴിഞ്ഞ വീഡിയോ ഹിറ്റായതിന്റെ ബലത്തില് ഇവരെന്നെ മനഃപൂർവ്വം വിളിച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ മറ്റേ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമ്മള് ബ്ലൂപ്പർ ഇറക്കണുണ്ട്. കഴിഞ്ഞതിന്റെ അൺഎഡിറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കാണാം. അത് കണ്ടിരുന്നെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഇറക്കുന്നത്. ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഉള്ളിയിരിക്കുന്നു. മറ്റേ കേരള പോലീസ് പൊക്കിയിട്ട് ആളിരുന്ന് കരയൂല, അതുപോലെ നന്ദുവിന്റെ വീഡിയോ അത് മെമ്പർഷിപ്പിന് മാത്രം. അല്ല അങ്ങനെ ഇറക്കരുത്, അത് മോശം. അല്ല, അന്നത്തെ ഒരു ദിവസം മെമ്പർഷിപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് മാത്രം ഹേർട്ടായെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, തേങ്ങ വരെ തിരിയുന്നു. അതൊക്കെ കാണണം. ഇന്ന് നമുക്ക് വിനുവിന് ഫുള്ള് ഇത് കൊടുക്കാം. വിനുവിന്റെ വാക്കാണ് ലാസ്റ്റ് വാക്ക്. നിങ്ങൾക്ക് ആർക്കും അത്ര ഉറപ്പില്ലല്ലേ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന്. അങ്ങനെയല്ല, നിനക്ക് കഴിഞ്ഞേനെ നീ ഒരു ഈഗോ ഹെർട്ട് ചെയ്ത് നിൽക്കണം. ഏറ്റവും സിമ്പിൾ ആയിരുന്നു ആ തേങ്ങാ ചമ്മന്തി, അതുപോലും ചെയ്യാൻ സമ്മതിച്ചില്ല. അത് ശരിയാണ് കേട്ടോ. ശരിക്കും വിനുവാണ് നമ്മളെ കൂടുതൽ അണ്ടർ റേറ്റഡ് കുക്ക്. അത് ഇന്ന് നമ്മൾ തെളിയും. ബാക്കി എന്തെല്ലാം ചെയ്യാൻ കിടക്കും. ആശിഫിന് എന്തോ എന്റെ അടുത്ത് ദേഷ്യമുണ്ടായിരുന്നു. ഇവനെന്തെങ്കിലും പറഞ്ഞു. ചിക്കൻ വളരെ കുനുകുനാന്നാണ് നമ്മൾ. അതെ അതെ, വളരെ ചെറിയ ഇതിലാണ് ചിക്കൻ പറഞ്ഞിരുന്നത്. കണ്ട ചെറിയ ചെറിയ പീസുകൾ. പ്രത്യേകം അവരുടെ അടുത്ത് പറയണം ഇങ്ങനെ കട്ട് ചെയ്ത് തരണം. നമ്മളെവിടെയൊക്കെ ചെന്നിട്ട് തോരന് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് തരും. നിങ്ങളവിടെ കട്ട് ചെയ്ത് തരുമോ നമുക്ക് അറിഞ്ഞൂടാ. അതെ, അല്ലെങ്കിൽ ചില്ലി പീസ് കഴിച്ചാലും മതി. ചില്ലി പീസ് ഓക്കെയാണ്. നീ നമുക്ക് ചതച്ചു തുടങ്ങിയാലടാ. ഞാൻ ചതയ്ക്കാൻ എടുക്കാൻ നീയല്ലേ, നീ ഇതിനകത്ത് 2 ഉള്ളി ഇടുമ്പോ നിറയൂല്ല. ഓ അഖിലേഷ്, ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് അഖിലേഷ് തേങ്ങയും കൊച്ചുള്ളിയായിട്ട് വന്നിരിക്കുകയാണ്. ഐ ക്യാൻ ഡു ആൾ ദിസ് ഡേ. അങ്ങനെയല്ലല്ലടാ. വേണ്ട നമുക്ക് മറ്റുള്ളത് പോലെ നമ്മളെ കൊണ്ട്. ഇന്ന് നിങ്ങൾ എല്ലാരും കല്ല് തിന്നും. കല്ലാണ് അടിച്ചു പൊട്ടിക്കുന്നത്. ഉള്ള 1/2 കിലോ ഉള്ളി, 3/4 കിലോ കല്ല് കുറച്ച് തിന്നാ നല്ലതല്ലേ. നല്ലതാണ്. നിനക്ക് ഞാൻ കല്ല് പൊരിച്ചു തരാം. പണ്ട് ഇത് വെച്ചിട്ട് എന്തൊക്കെയോ പൊടിച്ച് ചതച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ. ആവശ്യമായ ഒരു കാര്യമല്ല. നീളം പോരാ, അതുകൊണ്ടാ. ഇപ്പൊ വാകേറി കൊണ്ടുതന്നെ എന്റെ ക്രോണിക് ബാച്ചിലർ ആയ കാറ്റൊക്കെ ഇപ്പം പോരാ. വിനു തന്നെ ഇത്തവണ മെയിൻ പേടിക്കേ വേണ്ട, ഉറപ്പിച്ച്. അവന് എന്റെ ബലൂൺ പോണേന് കുഴപ്പമില്ല, മെയിൻ അവിടെയാണ് പ്രശ്നം. ഞാൻ നടത്തിയിട്ടില്ല. കൊണ്ടുപോ അടുത്ത് കൊണ്ടുപോ. ചതച്ച ഉള്ളി ഞാൻ കാണിച്ചു തരാമേ.
ഫുള്ള് ഉള്ളി. എടാ അധികം ചതക്കരുതെന്ന് ഷീബാൻഡി പറഞ്ഞിട്ടുണ്ട്. എടാ യവനെ ചതയ്ക്കാൻ പോലും അറിഞ്ഞൂടാ ഇവനെയൊക്കെ. പല വീഡിയോസ് അത്രയും ചതക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ യവന് പറ്റാത്തത് കൊണ്ട് അവൻ അധികം ചതിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും തലോടിയെങ്കിലും വിടറാ. അടുത്തത് വെളുത്തുള്ളി ചതയ്ക്കാൻ കേസ്. വെള്ളത്തുള്ളി അടുത്ത ഇഞ്ചി. ചിക്കൻ തോരൻ ആദ്യം ചെയ്യുമ്പം നമുക്ക് തേങ്ങ തിരുവിയത് സെറ്റാക്കി വെക്കണം. അതിന് നമ്മൾ തേങ്ങയ്ക്കകത്ത് കുറച്ച് ചില്ലി പൗഡർ ഇടും. ഒരു അതായത് മുളക് പൊടി. അതെ 2 ടേബിൾ സ്പൂൺ കൂടെ ഇടണം. ഓക്കെ. ഇനി അതിനകത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല. അല്ലാതെ ഇടൂടാ. അല്ല, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പോ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതെ ഒരു ഓറഞ്ച് കളറാണെങ്കിൽ കറക്റ്റ് ആണ്. ഇളക്കിയില്ലല്ലോ. അല്ല, ഇളക്കി വരുമ്പോഴേ അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മെയിൻ സാധനം റെഡിയായി. ഇനി അതൊന്ന് പിടിക്കട്ടെ. മുളക് പൊടി ഒന്ന് പിടിക്കട്ടെ. നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചിക്കൻ തോരൻ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എണ്ണ ഒഴിക്കാം. അതെ ആദ്യത്തെ പ്രത്യേകതര എണ്ണയാണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, ഇതെല്ലാം നോട്ട് ചെയ്യുക. പോടാ അവിടെ നിന്ന് മതി. കോഴി അതിന് പൊരിച്ചെടുക്കാനല്ലേ. ചിക്കൻ ഫ്രൈ അല്ലേ. യവൻ ആ സൈഡിൽ നിന്ന് മാറ്റിയല്ല. ചാനലിൽ മാറ്റാനാണ് എന്റെ ഒരു ചട്ടുവം പിടിച്ചു. ഇത്ര മതിയാടാ. ഓക്കെ. ഇനി അടുത്ത കടുക്. അത് മതി. ഓക്കെ. പൊട്ടിയില്ല. അത് ഇതായില്ല. പൊട്ടാത്ത കടുകായിരിക്കൂ. പൊട്ടാത്ത കടുക് ഉണ്ടല്ലോ. കടുകുണ്ടോ? പൊട്ടും വെയിറ്റ് ചെയ്യും. ഇനി അത് കരിയട്ടേ ഉള്ളൂടാ, പൊട്ടൂല. ഇല്ല എണ്ണ ചൂടായില്ല. അപ്പൊ കറക്റ്റ് പോയിന്റ്. പാത്രം ചൂടാണ്. ഇത് മതി. അടുത്ത മുളക് ഇടണം. ഇനി അത് കരിയത്തേ ഉള്ളൂ. ആശയം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. കടുകിൽ പൊട്ടാനുള്ള സമയം കൊടുത്താ. ഇനി പൊട്ടൂലടാ. പൊട്ടുന്നില്ലടാ. പൊട്ടണല്ലത്. നീ ഇട്ടോ. എടാ ഒന്ന് സമ്മതിക്കടാ പൊട്ടണതാണെന്ന്. നോക്കണം. പൊട്ടിയതിന്റെ കയ്യിലൊക്കെ അവന്റെ മുഖം എടുത്ത് അതിനകത്ത് കിട്ടിക്കൂടാ, അല്ലെ കറക്കോ. അല്ല ഉള്ളിയല്ല തേങ്ങ കൊത്ത്. ഓർമ്മയുണ്ട്. ഇത്തിരി മുമ്പ് വീഡിയോ ഇട്ട് നോക്കിയത് ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ഈ അറ്റത്തുള്ള പൂളി തീത്തി കുറയ്ക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഇനി അടുത്ത് എന്താണെന്ന് ഞാൻ മറന്നു. അല്ലല്ല, കരിയേപ്പില. കരിയേപ്പിലയുടെ ഇടയുണ്ട്. സമ്മതിച്ചില്ല. കഴിഞ്ഞ തവണ ഇവനായിരുന്നു. ഇതിപ്പോ നടക്കണ എന്താ, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യണ്. കൈ കാണിച്ചു വിടറാ. കയ്യില് പിടിച്ചു ഇത് കടുവറുത്ത് മറ്റേ താളിക്കണല്ലടാ. കരിയപ്പല പല റൗണ്ടായിട്ട് ഇടാം നമുക്ക്. ഇതിൽ എണ്ണ കുറവാണ് കേട്ടോ. അതല്ലേ അവ ഇടാൻ കരിയപ്പല ഇതിലിട്ടില്ല. വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ അവൻ വീഡിയോ കാണുന്നതാ. ഉള്ളി നോക്കിയുള്ള ബോധമേ ഉള്ളൂ. നിന്റെ അടുത്ത് പറഞ്ഞപ്പോ പൊരിക്കാൻ അല്ലല്ലോ. പൊരിക്കാനല്ലോ. ഒരു തുള്ളിയല്ലേ ഞാൻ ഒരു തുള്ളിയാ. തള്ളിക്കൊടുത്തേ. ഞാൻ ചതച്ച ഉള്ളി ഒന്നും പോലെ ഇടണ്ടേ. എല്ലാം കൊണ്ടുപോകും. എല്ലാം ഇടാം. എല്ലാം ഇടാം. കേട്ടോ. എല്ലാം ഇത് മുളക് ഇടും. മുളക് ഇടൂല.
ഇല്ല ചിക്കൻ കഴിഞ്ഞിട്ടേ മുളക് ഇടുള്ളൂ. ഇത് ഈ കുക്ക് ചെയ്യണ ആങ്കർ ഇല്ലേ, ആങ്കർ പറഞ്ഞ് ഇത് അപ്പത്തിന്റെ കൂടെ രുചിയാണ്. അപ്പോഴും ഇവൻ പറയണു അതൊക്കെ നമ്മൾ തിന്നോളാം. ഇവിടെ വഴക്കൂടണം അവരുമായിട്ട് വീഡിയോ കണ്ടിട്ട്. യൂട്യൂബിനടുത്ത് വഴക്കൂടണം. അല്ല യവന്മാര് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ളതിന് കണ്ടവരെ വീഡിയോ വെച്ചിട്ട് അതൊന്നും പറ്റൂല. നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കിച്ചൺ എന്ന് പറഞ്ഞ തുടങ്ങിക്കൂടെയാണ്. ഹാഷിംസ് കിച്ചൺ കൊള്ളാം അല്ലേ, പേര് കൊള്ളാം. നീ എവനെ കൂടെ വിളിച്ചോ, നമ്മള് തടയൂല. ആരേടാ എവനെ കൂടെ വിളിച്ചോളാം. ഓ വേണമെന്നില്ല. പിന്നെ അവിടെയും വേണം. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പൊടി ഇടാം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. എടാ മഞ്ഞപ്പൊടി ഇത്ര ഇട്ടാ മതി. മഞ്ഞപ്പൊടി ഇത്രയും മതിയാ? അങ്ങനെ ഇട്ടാ മാറാനുണ്ടോ? മുളക് പൊടി 2 സ്പൂൺ. നമുക്ക് ചിക്കൻ ഇടാം അല്ലേ? അപ്പൊ നമുക്കിനി ഈ ചിക്കൻ ഇടാം. ചിക്കൻ കുറച്ച് കൂടുതലാണ്. ഇതിൽ നിൽക്കുമോന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഗൈസ് കുറച്ച് പാകത്തിന് ഉപ്പിടുകയാണ്. അത് പാകത്തിനായില്ല, ഒരു പൊടിക്ക് കൂടെ ഇട്ടു. നീ ഇത്ര മതി. ഇനി അത് ഉപ്പ് നോക്കിയിട്ടാ, അപ്പൊ ഗൈസ് അടുത്തതാ കുറച്ച് കുനുകുന അരിഞ്ഞ സവാളയും ഇടുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ. ഇനി കുറച്ച് കരിവേപ്പില, കുറച്ച് തണ്ടോടെ ഇടാം. ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയുടെ കുറവുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി പാകത്തിന്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വേവിക്കാം. ഹാഷിമേ അടച്ചോ. ഓക്കെ ഗൈസ് അപ്പോഴും നമുക്ക് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വറ്റും. എന്നിട്ടാണ് നമ്മള് കുറച്ചും കൂടെ വേഗം വെക്കണം. കുറച്ചുകൂടെ വേവണം. എടാ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിക്കോ. അല്ല ഇത് കൂടെ ഇരിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഓക്കെ കുറച്ചുകൂടെ ആയിട്ട് ഉപ്പ് ഇനി അടച്ചേരാ മതി. കൊള്ളാം. നമ്മള് ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കിടക്കുന്നത് വറ്റിക്കാൻ വേണ്ടി നമ്മൾ തീ കൂട്ടിയിട്ടേക്കും. അതെ തീ കൂട്ടുമ്പോൾ വെള്ളം വറ്റും. കഠിനമായ പരിശ്രമത്തിലാണ്. പിന്നെ നമ്മള് ഇതിന് റിവ്യൂ പറയാൻ വേണ്ടി നമ്മൾ ഒരാളെ ഇറക്കിയിട്ടുണ്ട്. അതെ ബെറോട്ടയുമായിട്ടാണ് വന്നത്. സ്ഥിരം ബെറോട്ടമായി അല്ല നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ. ബെറോട്ട ആയെന്ന് സാധാരണ 1 മണിക്കൂർ താമസിച്ചാ പറഞ്ഞത്. പക്ഷെ ഒന്നരക്കട വിട്ടത്. ഞാൻ അമ്മയെ വിളിച്ചോ, നമ്മ കഴിക്കാനൊന്നും വേണ്ട, നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച തേങ്ങ അതിനകത്ത് ഡംപ് ചെയ്യാൻ പോകും. ഒരു ഡമ്പാണ്. ഒരു പൊടിക്ക് ഓവർ അവരെപ്പോഴും വേണം. അതെ, നമ്മൾ തേങ്ങ മിക്സ് ചെയ്തല്ല. എന്തു ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ടാ? ഒന്നും തോന്നല്ല. കൈ കൊണ്ട് വാരിട്ടാ. ഇനി ഇളകി എല്ലാരും കേട്ടായിരുന്നു. ഒന്നുകൂടെ പറയടാ. ഇതിന്റെ പച്ചപ്പ് മാറണ്ടേ? അതിങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെ ഇളക്കിയിട്ട് കുറച്ചും കൂടെ വേവിക്കാനുണ്ട്. തോരൻ വീട്ടിലുണ്ടാക്കുന്ന അങ്ങനെയല്ലേ? അതേനടാ തിരിയൊന്ന് ഇളകിക്കോട്, എന്നിട്ട് അത് അടച്ചു അതിന്റെ ഫ്ലേവർ തേങ്ങയിൽ പിടിക്കും. ഞാൻ പറഞ്ഞ ഒരു തുള്ളി വെള്ളം അതിനകത്ത് വേണം. വെള്ളം വെള്ളം ഒഴിച്ചോ? ഇനി വെള്ളം വെള്ളം വരട്ടെ. അല്ലടാ വെള്ളം എണ്ണ വേണമെങ്കിൽ അതിന്റെ പുറത്തോട് അത് ഒഴിക്കാം. നീ ഇപ്പൊ ഇത് ഇളക്ക്. കൊള്ളാം തോരൻ പോലെ ഉണ്ട്. ഇങ്ങനെ തന്നെടാ, അങ്ങനെ തന്നെ. ആര്യനാട് ഇങ്ങനെ നമുക്ക് ട്രിവാൻഡ്രത്ത് തുടങ്ങാടാ. ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ബെറോട്ട വാങ്ങിച്ചെടുത്ത് കോഴിത്തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എങ്ങനെയായിരുന്നു? എനിക്ക് കുറച്ച് വാങ്ങായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ട് അത് നമുക്ക് കമ്പയർ ചെയ്യാറുന്നില്ലേ? വെളിയിൽ നിന്നുള്ള ഭക്ഷണം കഴിഞ്ഞ ആരോഗ്യത്തിന് ഹാനികരോ. നന്ദു ഉപ്പൊന്നും നോക്കിയാണ്ട. എല്ലൊക്കെ കാണും. കണ്ണാക്കി കുത്തുകാർ താഴെ വീഴുന്നു. നോക്കട്ടെ ഉപ്പ് കറക്റ്റ് ആണോ എടാ? സെറ്റ് സാധനം. ഇങ്ങനെ വച്ചിട്ട് അടിപൊളിയാക്കാം. എടാ എണ്ണ ഒഴിച്ചിട്ട് കുരുമുളക് ഒരുപാട് ഇടണ്ട കേട്ടാ. ഓൾമോസ്റ്റ് സെറ്റായി. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മുകളിൽ ഇങ്ങനെ വിതറി. അതെ ഗൈസ് അപ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഇടയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. മലപ്പുറത്തും കോഴിക്കോടും ഉള്ളവര്, വടക്കോട്ടുള്ളവർ, അതെ തന്നെ വടക്കോട്ടുള്ളവർക്ക് ഇതൊരു ഇതായിരിക്കും. അറിവായിരിക്കും. ഇത്രയും മതിയാടാ. ഇല്ല ഞാൻ കുറച്ച് ഒഴിച്ചായിരുന്നു.
ഇതൊരുമാതിരി ഇങ്ങനെ ഒന്ന് കറക്കി അവിടെയും ആശുമ്പ കൊണ്ടുപോയി. അതെ അതെ, അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ലാസ്റ്റ് എടുക്കാൻ വേണ്ടി. കൈ എടാ ഇത് ഇതാക്കണോ? അടച്ചു ലാസ്റ്റ് കഴിക്കാൻ നേരത്ത് ഒന്ന് ഇളക്കി അങ്ങ് എടുത്താൽ ഗൈസ്. അപ്പോൾ ആര്യനാണ് ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ശുഭപ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കണ്ടോ എന്റെ മുഖം കണ്ടോ? ഇപ്പൊ മനസ്സിലാവും. തുറക്കട്ടെ. ഇത്തിരി വെള്ളം. എണ്ണ ഇറങ്ങിയാണ്. ഓ ആ മണം. അപ്പൊ നമുക്ക് ഇനി ഓഫ് ചെയ്യാല്ലേ? കുറച്ചുകൂടെ ഇതാവണോ? കറക്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ആര്യനാടിനെക്കാട്ടി കൊള്ളാന്ന് തോന്നുന്നു. കഴിച്ചിട്ട് പോരെ. ഇത് കൊള്ളാം കേട്ടോ, കാണാൻ ഒരു നല്ല ഭംഗിയാണ്. നിങ്ങൾ നോക്കൂ എന്ത് ഭംഗിയാന്ന്. നമ്മൾ പ്രോ ഷെഫ് ആവുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഇല്ലാതില്ല. നമ്മൾ എന്ത് വെച്ചാലും ഇപ്പൊ ടേസ്റ്റ് അല്ലേ? ശ്രീയാന്നാണെന്ന് പാവം വിഷമിക്കുന്നുണ്ട്. ചിക്കൻ തോരൻ ശ്രീയാന്ത് എന്റെ മോളെ വിളി പോയോ? ശ്രീയാന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണെന്ന് തോന്നുന്നു. തന്നെ സോറി, നമ്മൾ ഉണ്ടാക്കി തരാടാ നിനക്ക്. നമ്മൾ ഉണ്ടാക്കി തരും. കൊണ്ടോ കുറച്ചുകൂടി അടുത്തുണ്ടോ? അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് പൊറോട്ട എടുത്ത് കഴിച്ചു നോക്കാം. പൊറോട്ട ഇച്ചിരി പാടാൻ തോന്നുന്നു. പൊറോട്ട കുറച്ച് കട്ടി, തോരൻ ഭയങ്കര തോരെന്താ അടിപൊളി ഗൈസ്, സൂപ്പർ പൊളി. സെറ്റ് സാധനം. തേങ്ങയുടെ സാധനമൊക്കെ അടിപൊളി. ഇതെല്ലാരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മളിത്തെ ആള് കൂടുതലായതുകൊണ്ടാണ് സമയം കൂടുതൽ. കറക്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അല്ലേ അഖിലേഷ് ചേട്ടാ? ഇതിന്റെ യഥാർത്ഥ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല ചൂട് ചോറും അതിൽ കപ്പയും, ചൂട് കപ്പ, പിന്നെ കുറച്ച് ചിക്കൻ്റെ ഒരു കറിയും കൂടെ സൈഡിൽ ഒഴിച്ചിട്ട് ഈ തോരനും കൂടെ ഇട്ട് നല്ല ഞവടി തിന്നാനാണ് രുചി. അതാണ് അതിന്റെ ഒരു സാധനം. പക്ഷെ നമുക്കൊരു പരിമിതി മൂലം പൊറോട്ടയിൽ ഒതുക്കേണ്ടി വന്നു. അപ്പോൾ ഗൈസ്, ഈ അടിപൊളി ഡിഷ്, ഈ നാടൻ ഡിഷ്, ഈ തിരുവനന്തപുരത്തെ തനതായ രുചി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കണും കൂടെ നിൽക്കുക. പിന്നെന്താ പറയണ്ട? പിന്നൊന്നുമില്ല അല്ലേ? അവിടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും കുറച്ച് ടേസ്റ്റിയാണ് ഗൈസ്. തേങ്ങാപ്പൂ ഇടുമ്പോൾ അല്ലേടാ വഴറ്റി നിനക്കൊക്കെ 1/2 കിലോ വാങ്ങിക്കാതെ 250 2 കിലോ ഇത് തോരൻ വെക്കും. ഇത് ഞാൻ 500 പറയണ, ഈ 250 100 പറഞ്ഞ തലക്ക് ഞാൻ വച്ചടിച്ചത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. സത്യമായിട്ടും ഞാൻ 500 പറഞ്ഞ അവനാണ് 250. എനിക്ക് വിശ്വാസമുണ്ട്. 5 കിലോ ചിക്കന് 250 ഗ്രാം ഉള്ളി വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. അത് ഉള്ളി അഖിലേഷിന്റെ അടുത്ത് പറഞ്ഞല്ലേ? ഇല്ലെങ്കിൽ അവന്റെ കൂടെ 3 പേര് പോണം കേട്ടോ. അഖിലേഷിന്റെ അടുത്ത് പറഞ്ഞാലേ അങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എടാ, ഇത് ഓഫായ കാര്യം ആരെങ്കിലും അറിഞ്ഞോ? ഗ്യാസ് അല്ല, ഞാൻ ഇപ്പൊ തിരിച്ചപ്പോ ഓഫായത്. തിരിച്ചപ്പോ അപ്പൊ ഹാഷിമേനെ എന്തോ അത് ഞാൻ കണ്ടില്ല. കത്തിരി മതിയല്ലടാ, അതിനെന്തിനു നീ അത് മതിയാക്കി. ഇതാണ് അവന് ഇത് കയറി രസം കയറി. എന്തായാലും എന്റെ വർഷം കട്ടിയപ്പോ എന്നെ കൂടെ എങ്ങനെ ഉണ്ടോ? ഉപ്പ് കറക്റ്റ് ആണ്. കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം ഇത് രുചി ഉണ്ടെന്ന്. നമ്മള് വെറുതെ പറയുന്ന അറിയാം. നന്ദു വെറുതെ പറയുന്ന അറിയാവുന്ന വെറുതെ പറഞ്ഞ അല്ല, അടുത്ത നന്ദു പറഞ്ഞു.